കൊറച്ച് കഴിഞ്ഞിട്ട് എടുക്കാടി. അല്ല, എന്റെ മകളെവിടെ? ഓളെ കാണാനൊന്നും ഇല്ലല്ലോ. ഓള് ഇവിടെ ഇല്ല. ഇന്നെന്താ ക്ലാസ് ഉണ്ടോ? അത് ഞായറാഴ്ച അല്ലേ? അന്ന് ക്ലാസ് ഇല്ല, ഞായറാഴ്ച അല്ലേ? ഓളെ കൂട്ടുകാരുടെ പെരേക്ക് പോയതാണ്. കൂട്ടുകാരത്തോളേറ്റ് എടുക്ക പുറത്തേക്ക് എടുക്കോ പോവാണെന്ന് പറഞ്ഞിട്ടാണ്ട് പോയി. ഇത് എന്തിനാ ഇങ്ങനെ വേണ്ടാത്ത സ്ഥലത്തേക്കൊക്കെ ഓളെ പറഞ്ഞയക്കണത്? അന്നെ പറഞ്ഞാ മതിയല്ലോ. ഈ പെണ്ണിനെ ഇങ്ങനെ കയറൂരി വിടുക. ഇപ്പൊ ക്ലാസ് ഒക്കെ ലീവല്ലേ? കൊറേ ആയിട്ട് പഠിത്തും പരീക്ഷയും ഒക്കെ ആയിരുന്നു. അപ്പൊ ഇന്നാ ഇപ്പൊ ഒന്ന് ലീവ് കിട്ടിയേ. അപ്പൊ എല്ലാരും കൂടി ഒന്ന് പുറത്തേക്ക് ഒന്ന് പോവാണ് പറഞ്ഞപ്പാണ് പോയതാണ്. ഇജ്ജ് പറയണ പോലൊന്നുമല്ല ഇപ്പത്തെ കാലം എന്ന് പറഞ്ഞാല്. വളരെ മോശമാണ്. മക്കളെ ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിലേ മക്കള് വേറെ ഏതെങ്കിലും വൈക്കാണ് പോകും. ഇജ്ജിപ്പൊ എന്തിനാ ഓളെ പറഞ്ഞയച്ചത്? ഓളെ വാപ്പ മരിച്ചതിന് ശേഷം ഇജ്ജ് ആ പെണ്ണിനെ വസളാക്കുകയാണ്. കണ്ണി കണ്ട സ്ഥലത്തേക്കൊക്കെ പറഞ്ഞയച്ചിട്ട്. എന്റെ അറിവിൽ അങ്ങനത്തെ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്റെ കുട്ടി അങ്ങനൊന്നും ചെയ്യൂല എന്നാണ് എന്റെ ഒരു വിശ്വാസം. നിങ്ങൾക്കും ഇല്ലൊരു മോള്. ഓളെ പാടെന്താ? ഓളവിടെ പെരയിലുണ്ട്. ഇന്ന് ഞായറാഴ്ച അല്ലേ? ഓൾക്കും ഇല്ലെന്ന് ഓഫീസൊന്നും. പിന്നെ എന്റെ മകള് പറഞ്ഞാലേ എന്റെ മകളെ പോലൊന്നും അല്ല. ഇത് കോളേജ് വിട്ട വീട്, വീട് വിട്ട കോളേജ് എന്നുള്ള രീതിയിലാണ് നിന്റെ കുട്ടി നടന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഓൾക്ക് ഒരു കുഴപ്പമില്ല. ഇജ് എന്റെ മകളെ ഇങ്ങനെ ഓരോന്ന് സ്ഥലത്തേക്ക് ഇങ്ങനെ തെണ്ടിപ്പിച്ചോ. ഇനിയിപ്പോ ഓരോന്ന് കേക്കാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. വെറുതെ വേണ്ടാത്ത പണിക്ക് കിട്ടുന്നത്. ആ പെണ്ണിനെ വേഗം ഒന്നാണ്ട് കെട്ടിക്കാൻ നോക്ക്. എന്നാ പിന്നെ ഈ ചീത്തപ്പേരുന്നൊക്കെ ഒന്നാണ്ട് ഒഴിവാവാം. നിങ്ങൾ ഇരിക്കായിരുന്നോളാം. എന്നിട്ട് പിന്നെ എന്തൊക്കെ ഉണ്ടപ്പോ? എന്നിട്ട് നമുക്ക് സുഖല്ലേ? എന്നിട്ട് അങ്ങനെയൊക്കെ പോണു. എന്താ പെണ്ണ് വന്നല്ലോ? അമ്മായിയോ? നിങ്ങളെപ്പോഴാ വന്നേ? ഞാനിതാ ഇപ്പൊ കൊറച്ചേരായി വന്നിട്ട്. ഇജ്ജ് എവിടക്ക പോയിന്ന്? ഞാന് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് പോയതേനു. അല്ല, കൂട്ടുകാരിത്തോളായിരുന്നോ അതോ കൂട്ടുകാരന്മാരായിരുന്നോ? ആണുങ്ങളും ഉണ്ടായിരുന്നു പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. എന്തെങ്കിലും അങ്ങനെ ചോദിച്ച്? ഇപ്പത്തെ കാലം അത്രക്കും നല്ലതൊന്നല്ലേ. നല്ല സൂക്ഷിച്ചും കണ്ടൊക്കെ നടന്നോളുണ്ട്. അന്റെ ഉമ്മാനെ പറഞ്ഞാ മതിയല്ലോ. അന്റെ ഉമ്മ എന്നെ ഇങ്ങനെ കയറൂരി വിട്ടിട്ട് വന്നതുകൊണ്ട് നിങ്ങളെ ഇവിടുത്തെ ജീവിതവും കാര്യങ്ങളൊക്കെ അറിയാറായി. എന്താപ്പ എന്റെ ഉമ്മാന്റെ കഥ?